ബൈജൂസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബൂസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നിലക്കടലയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഗ്രാം നിലക്കടല വറുത്ത് തൊലി കളഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബദാമാണ്. ഈ ബദാം ഞാൻ തലേ ദിവസം, അതായത് ഇന്നലെ വെള്ളത്തിലിട്ടതിന് ശേഷം അത് രാവിലെ അതിന്റെ തൊലി കളഞ്ഞ് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ്. നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് എടുത്താൽ മാത്രമേ ഇതിന്റെ തൊലിയൊക്കെ നല്ല വൃത്തിയായിട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ഗുണവും വർദ്ധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ബദാമും ഒരു 50 ഗ്രാം ഉണ്ട്, ഇതും കൂടെ ഞാൻ എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പരിപ്പുകളെല്ലാം ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒരു കല്ലിലിട്ട് ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കണം. ചെറുതായിട്ട് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് വറക്കുമ്പോൾ അത് നന്നായിട്ട് മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നമുക്കൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ബദാമും പിന്നെ നമ്മുടെ കടലയും, അതായത് നിലക്കടലയും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിക്കേണ്ട, ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നട്ട്സ് കൂടാതെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ നിങ്ങൾക്ക് അടുത്തുള്ള ബേക്കറികളിലൊക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കൊക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും കൊക്കോ പൗഡർ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും കൂടുതൽ ചേർക്കാം. ഇനിയിപ്പോൾ പഞ്ചസാര ഇച്ചിരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഇത് ബൂസ്റ്റ് പിന്നീട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് മധുരം കൂടുതലായിട്ട് ചേർത്താൽ മതി. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ കാണുന്ന ഇത്രയും സാധനമാണ് നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിനുശേഷം ഈ പാൻ നല്ലതുപോലെ ചൂടാകുന്നതിന് അനുവദിക്കുക. അപ്പൊ ഇപ്പൊ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബദാമും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഈ നിലക്കടലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഇത് ഫ്രൈ ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പൊ ഞാനൊരു ഏകദേശം 4 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് മാവ് ചേർത്തതിന് ശേഷം ഈ തീ നമുക്ക് സിമ്മിലേക്ക് വെക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക്, അതായത് ഈ ഗോതമ്പ് മാവിന്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നിങ്ങൾ ഇത് വീണ്ടും ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സിമ്മിലിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം പിന്നെയും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ ഗോതമ്പ് മാവിന്റെ കളറൊക്കെ മാറി ഒരുതരം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് തണുക്കുന്നതിന് അനുവദിക്കുക. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പൊ തണുക്കാനായിട്ട് മാറ്റി വെച്ച കൂട്ട് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് അങ്ങ് തണുത്ത് പോകരുത്, ഒരു ചെറിയ ചൂടുണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇനി ഈ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി, കൊക്കോ പൗഡർ, പഞ്ചസാര എന്നിവയും കൂടെ ചേർക്കുക. അതിനുശേഷം ജാർ അടച്ച് ഇത് മിക്സിയിൽ വെച്ച് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് മിക്സി വെച്ച് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ശരിക്കും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബൂസ്റ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഗുണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു 4 ഇരട്ടി വരും ഈ ബൂസ്റ്റിൻ്റെ ഗുണം.